അവസാനം കാത്തിരുന്ന ഇരയെ കിട്ടി മലയാള മാധ്യമങ്ങൾക്ക്. ഇവർ രഹസ്യമായി വിരൽ ചൂണ്ടിക്കൊണ്ടിരുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടു. അവരുടെ സംശയങ്ങൾക്കെല്ലാം ഏതാണ്ട് കൃത്യമായിട്ട് മറുപടി കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് മോഹൻലാലിൻ്റെ ഈ ഇൻട്രാക്ഷൻ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഒടുവിൽ മോഹൻലാൽ നയം വ്യക്തമാക്കി, ഒളിച്ചോടിയിട്ടില്ല. വലിയൊരു വ്യവസായമാണ് സിനിമാ മേഖല, തകർക്കരുത്, ഞങ്ങൾക്കൊപ്പം നിങ്ങളും നിൽക്കണം. 2 തവണ ഹേമ കമ്മിറ്റിയുമായി താനും സംസാരിച്ചിരുന്നു എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. ചുരുക്കത്തിൽ കുറ്റാരോപിതര അവരുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. ഇത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഒരുപാട് പേരുടെ ഒരു തൊഴിലിടമാണ്. 10,000-കണക്കിന് ആൾക്കാരുണ്ട്. സ്വാഭാവികമായിട്ടും അവരെ ബുദ്ധിമുട്ടിച്ച് ഈ വ്യവസായത്തെ ആകമാനം തകർക്കുന്ന തരത്തിലേക്ക് മാധ്യമ വാർത്തകളരുത്. കേരളത്തിനകത്തേക്കും പോകുന്ന വാർത്തകളെന്നുള്ള രീതിയിൽ അത്തരം വാർത്തകൾ ദയവായി നിങ്ങൾ ഒഴിവാക്കണം, സഹകരിക്കണം എന്നാണ് അദ്ദേഹം ചുരുക്കത്തിൽ വ്യക്തമാക്കിയത്. അതായത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇപ്പോഴും ഇരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ മോഹൻലാൽ. അല്ല, രാജിവെച്ചു അല്ല, എന്നാലും അഡ്ഹോക് കമ്മിറ്റിയിലുണ്ട്. സാങ്കേതിക നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ താരസംഘടനയുടെ ഒരു 600-ഓളം താരങ്ങളുള്ള താരസംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആ സംഘടനയിലുള്ള അംഗങ്ങളോടും സിനിമയോടുള്ള പ്രതിബദ്ധതയാണെന്ന് വെളിവാക്കിയതല്ലേ? ഉറപ്പായും. പക്ഷെ അതിനകത്ത് ഒരു നക്ഷൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇതൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴും ഈ ചോദ്യശരങ്ങൾ, മാധ്യമപ്രവർത്തകരുടെ ചോദ്യശരങ്ങൾ അദ്ദേഹത്തിനോട് നീളാൻ കാരണമെന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളാണ്. ഇത് കുറച്ചുകൂടി നേരത്തെ ആകാമായിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. ഒരുപക്ഷെ നേരത്തെ ആകാതിരുന്നതിന് കാരണങ്ങളുണ്ടാകാം. അപ്പോൾ അദ്ദേഹം പറയുന്നത് പോലീസിൻ്റെ മുന്നിലല്ലേ, കോടതിയുടെ മുന്നിലല്ലേ, അവർ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. പക്ഷേ നമ്മളൊരു വീട്ടിലൊരു പ്രശ്നം നടക്കുമ്പോൾ, തറവാട്ടിലൊരു പ്രശ്നം നടക്കുമ്പോൾ കുടുംബത്തിലെ കാരണവർമാർക്ക് അതിലൊരു അഭിപ്രായം ഉണ്ടാകേണ്ടതാണ്. അത് ഏറ്റവും അവസാനം ഉണ്ടാകേണ്ട കാര്യമല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ മോഹൻലാലിന് മാത്രമല്ല മമ്മൂട്ടിക്കും ഇതിനകത്ത് വ്യക്തമായ പങ്കുണ്ട്. മുന്നോട്ട് വരണം. ഇനി സുഖമില്ലാതെ കിടക്കുകയാണോ എങ്കിൽ ഒരു പ്രസ്താവന തൻ്റെ അസിസ്റ്റൻസ്മാരുണ്ടാവും, അവരുടെ മാനേജർമാരുണ്ടാവും. അവർ വഴിയെങ്കിലും പൊതുസമൂഹത്തെ അറിയിച്ചിട്ട് അതിനുള്ള ബാധ്യത ഒന്നുകിലും പൊതുവേദിയിൽ വന്ന് പറയാനുള്ള മടിയൊക്കെ ഉണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. വയ്യായികയാണെങ്കിൽ ഇല്ല, മറിച്ചെങ്കിൽ വന്ന് പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. എന്തായാലും മോഹൻലാൽ വന്നു, അദ്ദേഹത്തിന് അദ്ദേഹം വ്യക്തമാക്കി, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചോദിക്കാൻ നിന്ന് കൊടുത്താൽ 1000-കണക്കിന് ചോദ്യങ്ങൾ ഇനി ഉണ്ടാവും. അപ്പോൾ മോഹൻലാലിനുള്ള ധൈര്യം മമ്മൂട്ടിക്കില്ല എന്നാണോ? എന്ന് ധൈര്യത്തിൻ്റെ വിഷയമല്ല, എന്തുകൊണ്ട് അദ്ദേഹം വന്നില്ല. നമ്മളെപ്പോഴും പറയുന്ന ഒരു ധാർമ്മിക ഒരു കുടുംബത്തിൽ ഒരു തറവാട്ടിലൊരു വിഷയം നടന്നു കഴിഞ്ഞാൽ കാരണവന്മാർ വന്ന് സംസാരിക്കും. ഇപ്പോൾ 45 കൊല്ലത്തിലധികമായി മമ്മൂട്ടിയും മോഹൻലാലും ഈ മേഖലയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇവിടെ ആ തറവാട്ടിലെ കാരണവന്മാരാണ് ഇവർ 2 പേരും. അപ്പോൾ അതിൽ ഒരാൾ മാത്രമായിട്ട് വന്നതിൽ നമുക്ക് അത്ഭുതമുണ്ട് വാസ്തവത്തിൽ. 2 പേരും കൂടി ഒരുമിച്ച് ഒരു മണിക്കൂർ എടുത്ത് ഇത്രയും ഈ പറയുന്നത് പോലെയുള്ള വലിയ വ്യവസായ മേഖലയാണോ എങ്കിൽ അതിനെ തകർക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ഇതിലെ കാരണവസ്ഥാനം വഹിക്കുന്നവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരാൾ വന്നു, പല കാര്യങ്ങൾക്കും തിരക്കിൽ പിടിച്ചിട്ട് ജോലികൾ എല്ലാവർക്കും ഉണ്ടാവും, അതൊക്കെ ശരി. പക്ഷേ ഇത്രയും വലിയൊരു വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള ആദ്യ സ്റ്റെപ്പ് എടുക്കേണ്ടത് ഈ 2 പേര് തന്നെയാണ് വാസ്തവത്തിൽ. അതിന് വനിതകളും ഉണ്ടാവും, അവർ വരട്ടെ. അങ്ങനെ ഈ 10 രാജിവെച്ച അമ്മയിലെ അംഗങ്ങൾ, അടുത്ത തുലവും അവസാനം വന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ അവർക്കൊന്നും അവർക്ക് താഴെയുള്ള ഉത്തരവാദിത്തങ്ങൾ അവർക്കുള്ളൂ വാസ്തവത്തിൽ. ഇവർ 2 പേരുമായി മുന്നോട്ട് വന്ന് 1 മണിക്കൂർ ഈ വ്യവസായത്തിന് വേണ്ടി മാറ്റിവെക്കാൻ അവർക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മോഹൻലാൽ ഈ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് മദ്രാസിൽ നിന്നും വളരെ മോശമായ സാഹചര്യത്തിൽ പതിയെ സിനിമയിൽ വളർന്നു വന്ന് നിങ്ങൾ കാണുന്ന രൂപത്തിലേക്ക് വളർന്നു വന്നൊരു മോഹൻലാലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പാസ്റ്റ് കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്, ഉറപ്പായുണ്ട്. അപ്പോൾ അത് നമ്മൾ നിരന്തരം കണ്ടു വളർന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഒരു സംഘടനയാകുമ്പോൾ അതിൽ മോശക്കാരും ഉണ്ടാവും, നല്ലവരും ഉണ്ടാവും. എല്ലാ സംഘടനകളും ഉണ്ട്, നമ്മൾ കാണുന്ന പല സംഘടനകളിലും ഉണ്ട്, ഈ മാധ്യമ സംഘടനകളിലും ഉണ്ടല്ലോ അത്തരക്കാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കുഴപ്പം ചെയ്ത ആളുകളുടെ മേലെ നടപടി ഉണ്ടാവുന്നുണ്ട്. ആ നടപടി ആ വഴിക്ക് നടക്കട്ടെ. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഈ നിരന്തരമുള്ള മസാല കഥകൾ കൊണ്ട് ആരെങ്കിലും ലക്ഷ്യം വെച്ചുള്ള ഈ മസാല കഥകൾ ഒരു വ്യവസായത്തെ തകർക്കരുത് എന്ന് മോഹൻലാൽ പറയുമ്പോൾ അത് മാനിക്കുകയല്ലേ മാധ്യമം ചെയ്യേണ്ടത്?
മാനിക്കുക തന്നെയാണ് വേണ്ടത്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചില ആൾക്കാർ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നു എന്നുള്ളത് നമുക്ക് സംശയമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല പലതും. പക്ഷേ ചിലരും ഇപ്പോൾ തന്നെ മൊഴി പകുതി മാറ്റിയ ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. പക്ഷേ അവിടെയും അതിനോടൊപ്പം തന്നെ ഈ മോഹൻലാലിനെ പോലെയുള്ള ആൾക്കാർ മാത്രം ഒരു കാലത്ത് മദ്രാസിൽ സിനിമ മേഖല ആകമാനം തമ്പടിച്ചിരുന്ന കാലത്ത് നിന്ന് മാറി അവിടെ കൊച്ചു കൊച്ചു മുറികളിലുമൊക്കെ കിടന്ന് പകുതി വയറിൽ ആഹാരം കഴിച്ച് ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ് വന്ന ഒരു കഥയാണ് ഇവർക്കെല്ലാം ഉള്ളത്. ഇന്നത്തെ ഈ ലീഡിങ് ക്യാരക്ടർ ഈ സീനിയേഴ്സിനെല്ലാം ഉള്ള സാഹചര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ മറികടന്ന്, അതായത് എതിർ സാഹചര്യങ്ങൾ മറികടന്നാണ് അവർ വന്നെത്തി. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ അതിനെ ഷോൾഡേഴ്സിൽ കൊണ്ട് നടക്കേണ്ട ബാധ്യത ഇവർക്കാണ്, സംരക്ഷിക്കേണ്ട ബാധ്യത ഇവർക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു പ്രശ്നം പെട്ടെന്ന് നടന്നു കഴിഞ്ഞു, ആ ദിവസം ഞാൻ മകനെയോ മകളെയോ തള്ളി പറയുന്ന അതൊന്നും പെട്ടെന്ന് പറയാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു ധർമ്മസങ്കടത്തിൽ കൂടിയാണ് മോഹൻലാൽ നിൽക്കുന്നത്. അല്ല, ധർമ്മസങ്കടത്തിന് വേറൊരു തലവും കൂടിയുണ്ട്. അതായത് മോഹൻലാൽ എന്ന് പറയുന്നത് മലയാള സിനിമയിൽ മാത്രമല്ല, ലോക സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ്. ഉറപ്പായും. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വിഷയം ഇവിടെ ഉണ്ടായ സമയത്ത് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് അവർ ചർച്ച ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബോളിവുഡിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലത്തുമുള്ള ഈ താരങ്ങൾ ഇദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുമല്ലോ മോഹൻലാലിനോട്, എന്താണ് അവിടെ സംഭവിക്കുന്നത്, നിങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടോ, അല്ലെങ്കിൽ മറ്റാർക്കാണ് ഇതിൽ പങ്ക്. അതിൻ്റെ സ്വാഭാവികമായിട്ടും അത്തരം ചോദ്യങ്ങൾക്ക് കൂടി ഇദ്ദേഹം മറുപടി പറയേണ്ടതായിരുന്നു. കഴിഞ്ഞ മറുപടി പറയേണ്ടതുണ്ട്. മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇതേപോലുള്ള കമ്മിറ്റികൾ ഉണ്ടാവണമെന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഹേമ കമ്മിറ്റിയോട് ഇദ്ദേഹം 2 തവണ സംസാരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഹേമ കമ്മിറ്റിക്ക് ഉള്ളിൽ വ്യക്തമായി മോഹൻലാൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. ഇനി മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നാൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ട കാര്യങ്ങളാണ്. പല അഭിപ്രായങ്ങളും ഇതിനകത്ത് വന്നിരുന്നു. ഹേമ കമ്മിറ്റി ഇത്ര പേരോട് ചോദിച്ചുള്ളൂ, 60 പേരോട് ചോദിച്ചുള്ളൂ, 66 പേരോട് ഇങ്ങനെയൊക്കെ അഭിപ്രായം വന്നിരുന്നു. എന്തായാലും മോഹൻലാലിനെ പോലുള്ള ഉന്നതരായ ആൾക്കാരോട്, ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് പോലും ഹേമ കമ്മിറ്റി അഭിപ്രായം ചോദിച്ചിരുന്നു. അപ്പോൾ പിന്നെ അഭിപ്രായങ്ങളെല്ലാം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഒരു നിമിഷം കൊണ്ട് വിളമ്പാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അതങ്ങനെ പറഞ്ഞത്. കൂട്ടത്തിൽ തന്നോടൊപ്പം നിൽക്കുന്ന തൻ്റെ സമപ്രായക്കാരെയോ തൻ്റെ പ്രായം വളരെ കുറഞ്ഞ ആൾക്കാരെയോ ഒരു നിമിഷം കൊണ്ട് തള്ളി പറയാനും അദ്ദേഹത്തിന് കഴിയുന്നില്ല. തെറ്റുകളാണ്, ആർക്കും സംഭവിക്കാം. പക്ഷേ അദ്ദേഹം ഒന്ന് പറഞ്ഞു, അത് കുറ്റത്തിന് നിയമത്തിനുള്ളിൽ അവർ കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അത്രയും അവർക്ക് പറയാൻ പറ്റുള്ളൂ. നാളെ ഈ പറയുന്ന ആൾക്കാർ മൊഴി മാറ്റില്ല എന്ന് കണ്ടു. അമ്മയുടെ ഭാരാവത്വത്തെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്, പുതിയ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെക്കാളും മികച്ച രീതിയിൽ അവർക്ക് കൊണ്ടുപോകാൻ കഴിയും, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം അവർ വരട്ടെ എന്നാണ്. ഞങ്ങൾക്ക് ഇതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞങ്ങളെക്കാളും മികച്ചവർ വരണം, ഈ സംഘടന കുറച്ചുകൂടി നന്നായിട്ട് പോകണം, അതുവഴി ഇൻഡസ്ട്രി നന്നാവണം എന്നുള്ള ഒരു ആഗ്രഹമാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ പ്രതീക്ഷിച്ച ഉത്തരങ്ങൾ അദ്ദേഹത്തിന് കിട്ടാത്ത ഒരു മനപ്രയാസവും അത് പലപ്പോഴും പലർക്കും പല മാധ്യമപ്രവർത്തകരും അവർ പ്രതീക്ഷിച്ച ഉത്തരങ്ങൾ ഒരിക്കലും മോഹൻലാലിൽ നിന്ന് കിട്ടിച്ചേർത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. വളരെ നല്ല മൈവഴക്കത്തോടുകൂടി അദ്ദേഹം പെരുമാറും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കിടയിൽ നമ്മൾ ചിന്തിച്ചാൽ ഒരു കാര്യം അദ്ദേഹം പറയുന്നു, സിനിമാ മേഖലയിൽ മാത്രം പോരാ, സർവ്വ മേഖലകളിൽ കമ്മിറ്റി വേണമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാ മേഖലകളിലും ഗ്രസിച്ചിരിക്കുന്ന ചില വൃത്തികേടുകൾ സിനിമാ മേഖലയിലുണ്ട്. അതിന് പെട്ടെന്ന് അത് വളർന്നു കയറാനുള്ള സാഹചര്യം സിനിമ മേഖല ആയതുകൊണ്ട് തന്നെ ഉണ്ട് താനും. അതെ, 1-2 പ്രസക്തമായ ചില നിർദ്ദേശങ്ങളുടെ മോഹൻലാൽ വെച്ചു. അത് നമ്മൾ പലരും ഇതുവരെ സിനിമ മേഖലയിൽ ആരും പറയാത്തൊരു കാര്യമാണ്. ഒന്ന്, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു സംഘടന ഉണ്ടാവണമെന്ന് അദ്ദേഹം എന്ന് പറഞ്ഞു. ഏജൻസിയാണ് അവർക്ക്. ഇപ്പം നിലവിൽ ഒരു സിനിമയുടെ സെറ്റിൽ ഒരു 200-300 ജൂനിയർ ആർട്ടിസ്റ്റുകളെ വേണമെന്നുണ്ടെങ്കിൽ സപ്ലൈ ചെയ്യുന്ന ഏജന്റുകളാണ്. ഒരു ഏജൻറ്റ് തന്നെ 500-600 ഉണ്ടാവില്ല, അവർ 50-100 അങ്ങനെ പല ഏജൻസാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റിനെ സപ്ലൈ ചെയ്യുന്നത്. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരാതികൾ പറഞ്ഞിട്ടുള്ളത്. ഓരോ നടന്മാർക്കെതിരെയും എന്നെ അത് ചെയ്തു, ഇത് ചെയ്തു, പിച്ചി മാന്തി, അത് ചെയ്തു എന്നൊക്കെ പറയുന്ന എല്ലാം ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ സെറ്റുമായിട്ടോ ഈ പ്രൊഡക്ഷൻ സമയമായിട്ടോ നേരിട്ടവർക്ക് യാതൊരു ബന്ധവുമില്ല. ഇവരെന്ന് പറഞ്ഞാൽ കരാറിൽ വരുന്ന ആളുകൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ കരാറിൽ വരുന്ന ആളുകളുടെ പരാതിന്മേലാണ് ഇപ്പോൾ ഇവിടെ പൂരുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മേലാണ് മസാലക്കഥകൾ ഉണ്ടാകുന്നത്. WCCയുടെ ഇതിൻ്റെ ഈ സമരമായിട്ട് മുന്നോട്ട് പോയ ആളുകളിൽ ഒരാൾ പോലും ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലായിരിക്കാം ഒരു പക്ഷേ. ഇനി അങ്ങനെ ഉണ്ട് എങ്കിൽ മുൻനിര നടിമാരാരും വന്നിട്ടുമില്ല. അപ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിവേചനം അനുഭവിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം സിംപിളി. കാരണം ഏജൻസി സപ്ലൈ ചെയ്യുന്നുണ്ട്, ഇവർ മൈൻഡ് ചെയ്യില്ലല്ലോ. സെറ്റിലുള്ള ആളുകളൊന്നും മൈൻഡ് ചെയ്യില്ല, ഏജൻസി കൊടുക്കുന്നതല്ലേ. ഈ സൗകര്യങ്ങളെല്ലാം കൊടുക്കേണ്ട ഏജൻസിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു സംഘടന ഉണ്ടാവണം എന്നുള്ള വളരെ കാലിക പ്രസക്തമായിട്ട് നിർദ്ദേശം മോഹൻലാൽ വെച്ചു. ഉറപ്പായും ഒരു കാര്യം കൂടി പറയാം. നമുക്കിപ്പോൾ ഇന്നിപ്പോൾ മോഹൻലാൽ ഇവരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞു എന്നിരിക്കട്ടെ. പക്ഷെ അങ്ങനെയെങ്കിൽ കൂടി ഹേമ കമ്മിറ്റിയിൽ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൻ്റെ മുകളിലായിട്ട് അദ്ദേഹം എന്ന് പറയും
അതെ പറയുന്നത് എന്തർത്ഥം? അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹേമ കമ്മിറ്റിക്കകത്ത് ഇതെല്ലാം ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെ, അത് പുറത്തു വരട്ടെ. അപ്പോൾ ഈ നടന്റെ അഭിപ്രായം പുറത്തു വരും. പക്ഷേ ഇവർക്ക് അറിയേണ്ടത് ആ സാധനങ്ങളാണ് അറിയേണ്ടത്. ഇവർക്ക് അറിയേണ്ടത് വെച്ചാൽ ഇപ്പോൾ 70 പേജിലെ കാര്യങ്ങളാണ് അവർക്ക് അറിയേണ്ടത്. അവർക്ക് ഒറ്റ താല്പര്യം അത് പറയാനുള്ള ആവശ്യം അവർക്കില്ലല്ലോ. നിങ്ങൾക്ക് മൊഴി കൊടുക്കുകയാണ് നിങ്ങൾ. അപ്പോൾ അത് ബന്ധപ്പെട്ട ഒരു മറുപടി വേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അദ്ദേഹം കൊടുത്ത അല്ലെങ്കിൽ മമ്മൂട്ടി കൊടുത്തെങ്കിൽ മമ്മൂട്ടി കൊടുത്തുന്നിരിക്കട്ടെ, ആര് കൊടുത്തെങ്കിലും അതിനപ്പുറത്തേക്ക് പുറത്ത് വന്നിട്ട് അവർക്കെന്ത് പറയാനാണ്? ആ പറയുന്നതിൽ എന്ത് പ്രസക്തിയാണ്, എന്ത് ആരും കണ്ടിട്ടുമില്ല. അപ്പോൾ പറയാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് വരട്ടെ. അത് വരുമ്പോൾ അതിന്മേലുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ഇവർ വീണ്ടും അദ്ദേഹം വന്ന് പ്രതികരിക്കുമായിരിക്കാം. അത്തരത്തിലൊക്കെ കഴിയാമെങ്കിലും നല്ല മെയ്വഴക്കത്തോടു കൂടിയുള്ള ഇപ്പോൾ ഒരു 2 ദിവസം താമസിച്ചിട്ടാണെങ്കിൽ കൂടിയും അദ്ദേഹം പുറത്തു വന്നു. അദ്ദേഹം സംസാരിച്ചു. വലിയ തിരക്കുകളൊക്കെ ആയിരുന്നു, ചില പ്രോഗ്രാംസിൻ്റെ തിരക്കിലായിരുന്നു നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി അദ്ദേഹം പുറത്തു വന്നു. വളരെ അദ്ദേഹത്തിൻ്റെതായ ഒരു മെയ്വഴക്കത്തോടു കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നയം വ്യക്തമാക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തിട്ട് പോയത്. പക്ഷേ എങ്കിലും 2-3 പേർ കൂടി പിന്നെ നമ്മൾ വിശേഷിക്കാത്ത പേരുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ജയറാം ഉൾപ്പെടെയുള്ള പേരുണ്ട്. ഇവരെ ഒരു ആരോപണങ്ങളും ഇവർക്ക് നേരെ വന്നിട്ടില്ല. അങ്ങനെ വരാത്ത സാഹചര്യത്തിൽ ഈ നടന്മാർ ആരെ പേടിക്കണം? തീർച്ചയായിട്ടും. അപ്പോൾ ഇവർ ഒരു 3-4 പേര് ഒരുമിച്ച് വന്ന് 1 മണിക്കൂർ ഇരുന്ന് ഈ സിനിമാ മേഖലയിലെ സംശയങ്ങളെ തീർത്തിട്ട് പോക്കൂടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അവിടെ കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ എന്ന് വെച്ചിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്കുള്ളതെന്ന് പറയുന്നത് ഈ കുറ്റാരോപിതരായ ആൾക്കാരെ ഇവർ ഇത്ര മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ തള്ളി പറയുമോ, ഇനി വരുന്നില്ല, അതൊക്കെ വരുന്നത് ബാലിശമായ കാര്യങ്ങളാണ്. അതൊന്നും പറയാനുള്ള സാധ്യത പോലുമില്ല. പക്ഷേ എങ്കിലും അദ്ദേഹത്തെ നയം വ്യക്തമാക്കി. അതിൽ ഒരു കാര്യം നമുക്ക് എടുത്തു പറയണം. സിനിമാ മേഖലയെ പിന്നെ അവർക്ക് ആ സിനിമ മേഖലയ്ക്ക് കോട്ടം വരുത്തുന്ന യാതൊന്നിനും നിങ്ങളെ പിന്നെ മുൻകൈയെടുത്ത് ഇറങ്ങരുത്. ഞങ്ങളോടൊപ്പം നിന്ന് പ്രതിസന്ധി ഉണ്ടാക്കരുത്. ഞങ്ങളോടൊപ്പം നിന്ന് ഈ മേഖലയെ സഹായിക്കാൻ നിങ്ങളും ഉണ്ടാകണം. മലയാള സിനിമ എന്ന് പറയുന്നത് ലോക സിനിമയിൽ സ്ഥാനം ഉറപ്പിച്ച ഒരു ഇൻഡസ്ട്രിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഏത് ചീത്തപ്പേരും ലോക സിനിമയിലും വളരെ പെട്ടെന്ന് തന്നെ എത്തും. അവിടെ ചോദ്യങ്ങൾ വരിക മോഹൻലാലിനെ പോലുള്ള നടന്മാരോടായിരിക്കും. അവിടെയുള്ള ഈ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റോ മറ്റോടോ ആയിരിക്കില്ല. സ്വാഭാവികമായിട്ടും ആ ഉദ്ദേശശുദ്ധി വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യൻ സിനിമയിൽ ഈ കേരളത്തിലുണ്ടായത് ഒരു മൂവ്മെൻ്റായിട്ട് മാറട്ടെ, എവിടെയൊക്കെ സിനിമാ മേഖലകളിൽ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കേരളം ഒരു തുടക്കമാവട്ടെ എന്നുള്ള നല്ല ഉദ്ദേശശുദ്ധിയോടെയാണ് മോഹൻലാൽ ഈ കാര്യങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ചൊറിഞ്ഞും മാന്തിയും ദയവ് ചെയ്ത് മാധ്യമങ്ങൾ ഈ മസാല കഥ ദയവ് നിർത്തിയിട്ട് കേരളം നേരിടുന്ന മറ്റു പ്രശ്നങ്ങളിലേക്ക് ചർച്ചകൾ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.